അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട നിലമ്പൂരിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി CPIM. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലായിരുന്നു നിർണായക തീരുമാനം. രാഷ്ട്രീയ പോരാട്ടത്തിന് ഇടതുമുന്നണി സജ്ജമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ആ പ്രതികരണം ആദ്യം. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ M സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നത്. അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക, അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകരെന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് സ്വരാജ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമെന്ന് M സ്വരാജ് പറഞ്ഞു. നിലമ്പൂരിൽ സർക്കാരിന് അംഗീകാരം നൽകുന്ന ഫലമുണ്ടാകുമെന്നും M സ്വരാജ് 24നോട് പറഞ്ഞു. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അത് ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, ദേശീയ പ്രശ്നങ്ങളിൽ എടുത്തിട്ടുള്ള അടിയുറച്ച നിലപാട്, മതനിരപേക്ഷ കാഴ്ചപ്പാട്, ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യുന്നതായി ഈ തെരഞ്ഞെടുപ്പ് മാറും. ഇതെല്ലാം ചർച്ച ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നിലമ്പൂരിൽ CPIM പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. M സ്വരാജിനെ പ്രേക്ഷകർക്ക് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വരാജിന്റെ രാഷ്ട്രീയ വഴി എപ്രകാരമാണ് എന്നത് വളരെ വേഗമൊന്ന് പരിശോധിച്ചു വരാം. SFIയിലൂടെയാണ് പൊതുരംഗത്തേക്ക് M സ്വരാജ് എത്തിയത്. SFIയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പദവികൾ വഹിച്ചു. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നു. DYFI സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിച്ചു. ഇക്കാലയളവിൽ ഒട്ടേറെ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നിലവിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഇനി പാർലമെന്ററി രംഗത്തെ പരിചയം എന്താണ് എന്നത് പരിശോധിക്കാം. 2016 തൃപ്പൂണിത്തുറയിൽ നിന്ന് നിയമസഭയിലേക്ക് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് K ബാബുവിനെ അട്ടിമറിച്ചായിരുന്നു ജയം. 2021 തെരഞ്ഞെടുപ്പിൽ പക്ഷേ K ബാബുവിനോട് തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെട്ടു. തുടർന്ന് K ബാബുവിന്റെ വിജയം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു. പക്ഷേ സുപ്രീം കോടതി K ബാബുവിന്റെ വിജയം അത് ശരിയാണ് എന്നുള്ള ഉത്തരവിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് അംഗത്തിനെത്തുകയാണ് M സ്വരാജ്. പാർട്ടിയുടെ യുവമുഖമാണ്, നിലമ്പൂർ സ്വദേശിയാണ്. ഇന്ന് 24 ഈ വാർത്ത പുറത്തുവിടും വരെ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. വാർത്ത പുറത്തുവിട്ട ഷഫീദ് റാവുത്തർ നമുക്കൊപ്പമുണ്ട്. ഷഫീദ് റാവുത്തറിലേക്ക് എത്താം. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഇതിനു മുൻപ് തന്നെ M സ്വരാജിന്റെ പേരവിടെ പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ തുടക്കത്തിലുണ്ടായിരുന്നു. എന്നാൽ അതിന് സാധ്യതയില്ല എന്നതിലേക്കായിരുന്നു പിന്നീട് വന്ന വാർത്തകളും സൂചനകളുമൊക്കെ. പക്ഷേ ഇന്നിപ്പോൾ അപ്രതീക്ഷിതമായി തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി M സ്വരാജിന്റെ പേര് നിർദ്ദേശിച്ചത്. അത് കരുത്തനായൊരു സ്ഥാനാർത്ഥി അവിടെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നതിൽ തർക്കമില്ല. ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് ആണ് നിലമ്പൂർ സജ്ജമാകുന്നത് എന്നതായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് MV ഗോവിന്ദൻ പറഞ്ഞത്. പിന്നീട് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വരുമ്പോഴും ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും, കടുത്ത രാഷ്ട്രീയ പോരാട്ടമായിരിക്കും അവിടെ നടക്കാൻ പോവുക എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. നിലമ്പൂർ സ്വദേശിയാണ് M സ്വരാജ് എന്നുള്ളതും ഏറെ പ്രധാനമാണ്. നിലമ്പൂരിന്റെ ചുമതല അദ്ദേഹത്തിന്, ഈ തെരഞ്ഞെടുപ്പ് ചുമതലയാണ് M സ്വരാജിന് നൽകിയിരുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയായി മാറുന്നതും. 1967 ശേഷം K കുഞ്ഞാലി എന്ന കരുത്തനായ സ്ഥാനാർത്ഥി, അതിനുശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് CPIM എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇത്രയും വർഷത്തിന് ശേഷം ഇതിനോടകം തന്നെ പോരാട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഒരു ചിഹ്നത്തിൽ നിർത്തി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വതന്ത്രനിലേക്ക് പോകുന്നു. അതുതന്നെ 2 തവണ തുടർച്ചയായി PV അൻവർ വിജയിച്ചു കയറുന്നു എന്നൊക്കെയുള്ളതാണ്. ഇപ്പോൾ ഇത്തവണ പക്ഷേ ഈ തരത്തിലേക്കൊരു
വളരെ ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനമെന്നതാണ്. ഷഫീദ് ഉണ്ട്. ഷഫീദ്, ഇത് LDFനെ സംബന്ധിച്ച് ഇതൊരു അഭിമാന പോരാട്ടമാണ് എന്നതിൽ തർക്കമില്ല. അവരുടെ സിറ്റിംഗ് സീറ്റാണ്, അതൊരു കാരണവശാലും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ട് മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ കരുത്തനായൊരു സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കണം എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിച്ചേരുകയായിരുന്നു. ഉറപ്പായിട്ടും. കാരണം LDFനെ സംബന്ധിച്ച് രണ്ട് തരത്തിലാണ്. അതിൽ ഒന്നാമത്തേത് PV അൻവറിനുള്ള മറുപടി, രണ്ടാമത്തേതാകട്ടെ UDFനുള്ള രാഷ്ട്രീയ മറുപടി. അങ്ങനെ രണ്ട് തരത്തിലും പ്രസക്തമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മൂന്നാം പിണറായി സർക്കാർ എന്നുള്ള ലക്ഷ്യം അത് LDF മുന്നിൽ കാണുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി LDFന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച LDFന് നേടിക്കൊടുത്തൊരു സീറ്റായിരുന്നു നിലമ്പൂര്. അവിടെ LDF യുദാസിനെ പോലെ പെരുമാറി CPMനെ ഒറ്റിക്കൊടുത്തു, അല്ലെങ്കിൽ ഇടതുമുന്നണിയെ ഒറ്റിക്കൊടുത്തു എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറയപ്പെടുന്ന പരീക്ഷണം തൽക്കാലം നിലമ്പൂരിൽ വേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇന്നത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേരുകയാണ്. അങ്ങനെയാണ് CPMന്റെ മുതിർന്ന നേതാവായിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള M സ്വരാജ് തന്നെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. M സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ആലോചിക്കുമ്പോൾ, പാർട്ടി ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും അദ്ദേഹത്തിനുള്ള അനുകൂല ഘടകങ്ങൾ നിരവധിയാണ്. അതിലൊന്നാമത്തേതാകട്ടെ അദ്ദേഹം മലപ്പുറംകാരൻ തന്നെയാണ്. രണ്ടാമത്തേത് ന്യൂനപക്ഷ സമുദായങ്ങൾക്കടക്കം ആ വോട്ടുകൾ M സ്വരാജിന് അനുകൂലമായി മാറും എന്നുള്ള കാര്യം. മൂന്നാമത്തേതാകട്ടെ LDFന് പറയാനുള്ള, അത് സർക്കാരിൻ്റെ വികസന നേട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ്. ഇത് മൂന്നും M സ്വരാജിലേക്ക് എത്താൻ CPMനെ നയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇനി അതിനപ്പുറത്തേക്ക് ഇനിയൊരു ഭാഗ്യപരീക്ഷണത്തിനൊരു പക്ഷേ CPM തയ്യാറാകുന്നില്ല. ഇനി വിമർശനങ്ങൾ ഏൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിന് മുന്നോടിയായി നടക്കുന്ന പോരാട്ടത്തിൽ ജയിച്ചാലും തോറ്റാലും അവിടെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ രാഷ്ട്രീയ പോരാട്ടം നടത്തി എന്നുള്ളൊരു പ്രതീതി കൂടി LDFനെ സംബന്ധിച്ച് സൃഷ്ടിക്കാനാകും. അതുകൊണ്ടാണ് M സ്വരാജ് എന്ന ചോയ്സിലേക്ക് CPM എത്തിച്ചേർന്നിട്ടുള്ളത്. അതാണ് കടുത്ത പോരാട്ടം എന്നുള്ളത് തന്നെയാണ് നിലമ്പൂരിൽ M സ്വരാജിനെ CPIM സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്.